പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് പത്രമാറ്റിലെ എപ്പിസോഡും വന്നിട്ടില്ല, പ്രൊമോയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും നമ്മുടെ പത്രമാറ്റ് കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു ആഘോഷമാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു പൂജയിൽ ദേവയാനിയുടെ മനസ്സ് മാറിയതല്ല, നയനയായിട്ട് മനസ്സ് മാറ്റിക്കൊണ്ട് ദേവയാനി തന്നെ നയനയുടെ കുടുംബത്തെ എല്ലാവരെയും സന്തോഷത്തോടെ അനന്തപുരി തറവാട്ടിലോട്ട് വരാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷണം കേട്ട ഉടനെ തന്നെ കനയ്ക്കൊക്കെ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ദേവയാനിയാണോ ഞങ്ങളെ വിളിക്കുന്നത്? ആ ഒരു ഷോക്കായിരുന്നു നമ്മുടെ കനകയ്ക്കും കുടുംബത്തിനുമൊക്കെ. അങ്ങനെ സന്തോഷത്തോടെ അവർ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആഘോഷത്തിന് തിരിതെളിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ചെറിയ നയനയും ആദർശം തമ്മിലുള്ള ആ ഒരു പ്രണയവും എന്നും ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവരത് കാര്യമാക്കാതെ ദേവയാനി മനസ്സ് മാറി എന്നുള്ള രീതിയിലാണ് ആദർശം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു രീതിയിലാണ് മുത്തശ്ശനും കുടുംബവും എല്ലാവരും ഈ ഒരു പൂജ വലിയൊരു വിജയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നന്ദു ഒക്കെ വന്ന സമയത്ത് നന്ദുവിനോട് അനി പോയി സംസാരിക്കുന്നുണ്ട്. അനാമികയൊക്കെ ഇങ്ങോട്ട് വരും, അനാമികയും കുടുംബവും കൂടി ഇങ്ങോട്ട് വരുമെന്നാണ് അനാമിക പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിനി എന്ത് ചെയ്യണം, എനിക്കിതിലിനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, നീ തന്നെ എനിക്കൊരു കാര്യം പറഞ്ഞതായി, ഞാനിനി എന്ത് ചെയ്യണമെന്ന് നീ തന്നെ ഒരു അഭിപ്രായം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിന് സങ്കടമാണ്. കാരണം അനാമികയും അനിയും തമ്മിൽ കുറച്ചുകൂടി അടുക്കുന്നത്, അല്ലെങ്കിൽ അനാമിക അനിയോട് അടുക്കാൻ ശ്രമിക്കുന്നത് നന്ദുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നന്ദു, നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്യും, നിൻ്റെ ജീവിതമല്ലേ, എനിക്ക് അതിൽ പറയാനായിട്ടൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ ചെയ്തോ, എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അനിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനിയോട് പറയുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ അത്രത്തോളം സങ്കടമുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അനാമികയുടെ കുടുംബമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും അനിയും കുടുംബവും എല്ലാവരും കൂടി സ്വീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആഘോഷമാക്കി മാറ്റാൻ പറ്റും എന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല, പക്ഷേ അത്രത്തോളം സന്തോഷമുണ്ട് എന്ന് മുത്തശ്ശൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നന്ദു എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അനിയോട് അനാമിക ഒരുപാട് അടുക്കുന്നത് നന്ദുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആ ഒരു ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നന്ദുവിനോട് അനി ഒരുപാട് കാര്യങ്ങൾ അനി പോയി സംസാരിച്ച് നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്ദുവിനെ ആ ഒരു പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കിടയിൽ നന്ദുവിനും അനിക്കും ഇടയിൽ വീണ്ടും അനാമിക ചെന്ന് കയറുകയും അനി നന്ദുവിനോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ അനിയെ വഴക്ക് പറയുകയും അങ്ങനെ നന്ദുവിൽ നിന്ന് അനിയെ മാറ്റാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനാമിക തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ആടിയും പാടിയും രസിച്ചും ഒക്കെ ആ ഒരു പൂജ, ആ ഒരു ആഘോഷമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദർശും നയനയും പിന്നെ അഭിയും നവ്യയും പിന്നെ അനാമികയും അനിയും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ആ ഒരു ആടിത്തിമിർത്ത് വലിയൊരു ഉത്സവമാക്കി മാറ്റുവാണ്. ആ സമയത്ത് നന്ദു ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ്. കാരണം അനിയും അനാമികയൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ്. കാരണം അനിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് പോലും അറിയത്തില്ല, പക്ഷെ അനി മറ്റൊരാളുമായിട്ട് ഇഴകി ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നൊക്കെ നന്ദു സ്വയം മനസ്സിൽ പറയുവാണ്. അങ്ങനെ ഈ ഒരു ഡാൻസിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു പ്രശ്നം, ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. കാരണം നയനയും ആദർശും ജലജയും എല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നവ്യ ഗർഭിണിയല്ല, പക്ഷെ ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, വയറൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഒരു തലങ്ങണ പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടിയാണ് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ നവ്യയുടെ ആ ഒരു ഡാൻസിൻ്റെ ഇടയിൽ ഊരി വീഴുവാണ്. ഇത് നയന മാത്രമാണ് കാണുന്നത്. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും നവ്യയുടെ നവ്യ ഗർഭിണിയാണെന്ന് പറയിക്കത്തക്ക രീതിയിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന വയറ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നയനയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നവ്യ പോലും ഇത് അറിഞ്ഞില്ല. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നവ്യ ഗർഭിണിയല്ല എന്നുള്ള കാര്യം അനന്തപുരി തറവാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും നവ്യയെ ഈ ഒരു അനന്തപുരി തറവാട്ടിൽ നിന്ന് നേരെ ഇറക്കി വിടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും സഹായിക്കാൻ വേണ്ടിയിട്ട് നയന ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ.